തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വാർത്തകളാണ് റിനു നമുക്ക് തരാനുള്ളതെന്ന് നമുക്ക് നോക്കാം. റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കടേഷ് ആൻഡ് റോഷ്നി. റോഷ്നി അല്ല, ശ്രുതിയാണ്. എന്തായാലും നമുക്ക് പതിവ് കാലാവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. മഴ കുറച്ചു കാലമായിട്ട് വെയില് എന്നായിരുന്നു വാർത്ത. ഇപ്പൊ പിന്നെ മഴ എന്നായി. എങ്ങനെയാ റിനു, തലസ്ഥാനത്തൊക്കെ മഴയുണ്ടോ? മഴയുണ്ട്. നമ്മള് വെങ്കടേഷ് റോഷ്നി എന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോ അറിഞ്ഞിരുന്നില്ല, സോറി. അപ്പോ മഴയുണ്ട്, നല്ല മഴയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു തലസ്ഥാന നഗരിയിൽ. തിരുവനന്തപുരത്ത് കാലാവസ്ഥ ഇന്നലെ ഉച്ചയോടുകൂടി മഴക്കാലമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എന്തായാലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് സാധാരണ ഗതിയിലുള്ള മഴയുണ്ട്, പക്ഷേ വലിയ നാശനഷ്ടങ്ങളോ അങ്ങനെ ഒന്നുമില്ല. സാധാരണ മഴ തുടങ്ങിയാൽ തന്നെ തിരുവനന്തപുരം നഗരം വെള്ളത്തിലാകുന്ന സ്ഥിതിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ വന്നു. തിരുവനന്തപുരം നഗരസഭ വലിയ ഇടപെടലൊക്കെ നടത്തി അത്തരമൊരു വെള്ളക്കെട്ടൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒപ്പം യെല്ലോ അലർട്ടുമുണ്ട്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് ഉള്ളത്. എന്തായാലും വടക്കൻ ജില്ലകളിൽ മാത്രമാണ് ഈ മഴയ്ക്ക്, അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും ഈ ജില്ലകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വെങ്കടേഷ്, ഓക്കെ, ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ ബേലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. അതിൽ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറഞ്ഞേക്കുമല്ലേ? കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചതാണ് ബെയിലിൻ ദാസിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ. ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് വിധി പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതോ ഇന്നിനി കോടതി കേസ് വീണ്ടും മാറ്റിവെക്കുമോ എന്നുള്ളതും നമുക്ക് 11 മണിയോടുകൂടി അറിയാൻ കഴിയും. അപ്പോൾ 11 മണിയോടുകൂടി കേസ് പരിഗണിക്കും. അതിനുശേഷം അപ്പോൾ തന്നെ വിധി പറയുമോ, അതേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമോ വിധി പറയുക എന്നത് നമുക്ക് പിന്നീടായിരിക്കും അറിയുക. എന്തായാലും ഈ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആണ് ഈ നമ്മുടെ അഭിഭാഷകൻ. ഇന്ന് 11 മണിയോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്നറിയാം. എന്തായാലും പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോടതി കേട്ടിരുന്നു. അതിനുശേഷമാണ് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് വിധി പറയുവാൻ സാധ്യത കൂടുതലാണ്. ശ്രുതി, യെസ്, മുതലപ്പുഴയിൽ ഇന്ന് ഡ്രഡ്ജിങ് ആരംഭിക്കുമല്ലേ റിനു? ഇപ്പോൾ ഈ മിനി ഡ്രഡ്ജറിൻ്റെ ഒരു കരാർ പുതുക്കി ഉപയോഗിക്കും. ഈ കാലവർഷത്തിന് മുമ്പ് ഈ ഡ്രഡ്ജിങ് നടത്തണമെന്ന് സമരസമിതിയും ആവശ്യപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായും. അതായത് കാലവർഷം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് മുതലപ്പുഴയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അത്തരമൊരു സ്ഥിതി ഉണ്ടായിരുന്നതുമാണ്. നിരവധി പേരുടെ, ഏകദേശം 50-ന് മുകളിൽ ആളുകളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് മുതലപ്പുഴി. സർക്കാർ വലിയ പദ്ധതിയൊക്കെ കൊട്ടിഘോഷിച്ചെങ്കിൽ ഇതുവരെയും അത് നടപ്പിലാക്കിയില്ല. കേന്ദ്രവും സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ മണൽ നീക്കം നടത്താൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒക്കെ രാത്രിയും നമ്മൾ അവിടെ നിന്ന് ലൈവായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നൽകിയതാണ്. പോലീസുമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ഉദ്യോഗസ്ഥരെ ഈ പ്രദേശവാസികൾ, അതായത് മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം, ഈ ഓഫീസിൻ്റെ ചില്ലടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യം, അയാളെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ ഉണ്ടായി. തുടർന്നാണ് കളക്ടർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പ് ഓഫീസിൽ വെച്ച് കൃത്യമായി തന്നെ ഈ മത്സ്യത്തൊഴിലാളിയുമായി ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാണ് ഇന്നു മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. നിലവിൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഈ ഒരു ഡ്രഡ്ജിങ് നടത്തുക എന്ന് പറയുന്നത് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ചന്ദ്രഗിരി ഡ്രഡ്ജർ, അത് വലിയ ഡ്രഡ്ജറാണ്, അതിൽ നിന്ന് ഡ്രഡ്ജിങ് നടത്തുക. ഇപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ഡ്രഡ്ജറുണ്ട്. ഇതിൻ്റെ കരാർ കാലാവധി കഴിഞ്ഞതാണ്. ആ കരാർ കാലാവധി പുതുക്കിക്കൊണ്ട് ഇന്നു മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡ്രഡ്ജിങ് ആരംഭിച്ചില്ലെങ്കിൽ, കാരണം പല ഘട്ടങ്ങളിലായി അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു നാളെ ആരംഭിക്കും, പക്ഷേ ആ ഡ്രഡ്ജിങ് ആരംഭിക്കാത്തൊരു സാഹചര്യമാണ്. ടെട്രാപോഡുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്ത് മാറ്റുമെന്നുള്ളതൊക്കെ തന്നെ അറിയിച്ചത്. പക്ഷേ അതൊന്നും തന്നെ നടത്തുന്നില്ല. ഈ വാക്കാൽ അവർക്ക് പറയുന്നു, അല്ലെങ്കിൽ എഴുതി ഉറപ്പ് നൽകുന്നു. പക്ഷേ പിറ്റേന്നാകുമ്പോഴേക്കും അത് പാലിക്കാത്തൊരു സ്ഥിതിയാവുന്നു, വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡ്രഡ്ജിങ് ആരംഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് ജില്ലാ കളക്ടറാണ് നൽകിയിരിക്കുന്നത്. അതിലൊരു പ്രതീക്ഷയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. ഇന്ന് 10 മണിയോടുകൂടി ഡ്രഡ്ജിങ് ആരംഭിക്കും. വെങ്കടേഷ്, ഓക്കെ റീനു.